കുട്ടിയാ എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് വിവേകാനന്ദ കേന്ദ്രം നടത്തിവന്ന പരിപാടികളുടെ പരിസമാപ്തി ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥികളെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം പറയുന്നതിനായി ശ്രീ ഉദയൻജിയെ ക്ഷണിക്കുന്നു. ആദ്യം പ്രാർത്ഥന. ഇരുന്ന മതി, ഇരുന്നോളൂ. ഭദ്രം കരചീതി ശൃണുയാമ ദേവാഃ ഭദ്രം ഭക്ഷ്യേമാക്ഷദർയഛത്രാഃ സ്ഥിരൈരംഗൈഃ സ്തുഷ്ടുവാ സത്തനൂഭിഃ വ്യശേമ ദേവഹിതൈര്യതാഃ. ശാന്തി ശാന്തി ശാന്തി. ദീപപ്രചരണത്തിനായി ശ്രീ രഘുനന്ദൻജിയെയും മാനനീയ ദീദിയെയും ജോഷിജിയെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
असतोर्मा सद्गमय तमसोर्मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्ति। അടുത്തതായി സ്വാഗതം പറയാനായി ശ്രീ ഉദയൻജിയെ ക്ഷണിക്കുന്നു. ഏവർക്കും വിനീതമായ നമസ്കാരം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവേകാനന്ദ കേന്ദ്ര വേദിക് മിഷൻ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒരു മാസമായി കൊടുങ്ങല്ലൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ യോഗ പരിശീലന പരിപാടിയും യോഗ സംഗമവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും അവരുടെ നേതൃത്വത്തില് യോഗ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ എല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ യോഗയുടെ ഗുരുകുലമായ വിവേകാനന്ദ കേന്ദ്രത്തിൽ വച്ച് ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ നമ്മൾ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായിട്ട് നമുക്ക് ഏവർക്കും നമ്മുടെ എല്ലാം അമ്മയായ ഡോക്ടർ ലക്ഷ്മികുമാരി ദീദിയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. ദീദിയെ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വാമി വിവേകാനന്ദന്റെ ചരണങ്ങളില് ആ സന്ദേശം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നതിനും അത് തന്റെ കൂടി ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ ലോക ജനതയുടെ ആവശ്യമാണ് സ്വാമി വിവേകാനന്ദന്റെ സന്ദേശങ്ങളിലും കൂടി സഞ്ചരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഏകദേശം 14 കൊല്ലത്തോളം കന്യാകുമാരി കേന്ദ്രമായ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റും ബാക്കി വിശ്രമ ജീവിതം കൊടുങ്ങല്ലൂരില് വിവേകാനന്ദ കേന്ദ്ര വേദിക് മിഷന്റെ പ്രസിഡന്റുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീദിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ രഘുനന്ദൻ ജിയാണ്. വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ആരംഭകാലം മുതൽക്ക് തന്നെ കേന്ദ്ര പ്രവർത്തകനായിരുന്നു. 30 വർഷത്തിലധികം രാജസ്ഥാനിലെ ബിൻവാസയിലെ വിദ്യാലയത്തിന്റെ ഉപദേശക സമിതിയില് മുഖ്യ പങ്ക് വഹിച്ചു വന്നു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി വസന്തയും ആ വിദ്യാലയത്തിന്റെ തന്നെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ചാലക്കുടിയില് അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇടവേളയിലും അദ്ദേഹം ഒട്ടനവധി കൃതികള് ഇതിനോടകം തന്നെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ജീവിതം യോഗ സാധനയാക്കി മാറ്റിയ മഹത് വ്യക്തിത്വം. നമുക്ക് ഈ പരിപാടിയിൽ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന രഘുനന്ദൻ ജിയെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ വേദിയില് നമ്മുടെ കേന്ദ്രത്തിന്റെ വിവേകാനന്ദ കേന്ദ്ര വേദിക് മിഷന്റെ പ്രഗൽഭ പ്രമുഖ് പി ജോഷിജിയാണ്. അദ്ദേഹം തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ മുഴുവൻ സമയം പ്രവർത്തകൻ എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇതില് ഈ കൊടുങ്ങല്ലൂരിൽ 1 മാസക്കാലമായി വിവിധ മേഖലകളില് യോഗ പ്രദർശനവും യോഗ പരിശീലനവും നടത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച
നമ്മുടെ കേന്ദ്രത്തിന്റെ പ്രവർത്തകരായ ഒട്ടനവധി വ്യക്തികൾ ഈ വേദിയിലും സദസ്സിലുമുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ സ്കൂൾ തലത്തിൽ നിന്നും കൊടുങ്ങല്ലൂരിന്റെ പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് ഈ യോഗ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അത് വൻ വിജയമാക്കി തീർക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ അവരുടെ ടീച്ചർമാരെയും ഇവരെ ഈ വേദിയിലേക്ക് അയച്ച മാതാപിതാക്കളെയും അവരുടെ സ്കൂളിന്റെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ കൂടാതെ തന്നെ നമ്മുടെ വേദിയിൽ ഇരിക്കുന്നതിന് തുല്യമായി തന്നെ സദസ്സിലും ഒട്ടേറെ മഹത് വ്യക്തിത്വങ്ങള് ഇവിടെ ഉപവിഷ്ടരായിട്ടുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യോഗയുടെ ഗുരു എന്ന് പറയാം. നമുക്ക് ഏകദേശം 26 കൊല്ലക്കാലം വിവേകാനന്ദ കേന്ദ്ര വേദിക് മിഷനില് പ്രവർത്തിച്ച യോഗ ഗുരു കൊടുങ്ങല്ലൂരിന് യോഗയെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു കൊടുത്ത നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സുധാകർജി ഇവിടെ നമ്മുടെ മുന്നിൽ തന്നെ ഉപവിഷ്ടനായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകരായ രഘുജി, ബിന്ദു ടീച്ചർ, അതുപോലെ തന്നെ ഈ യോഗ ഇവിടെ നിന്നും സർട്ടിഫിക്കറ്റ് കോഴ്സിൽ പാസ്സായി വിവിധ കേന്ദ്രങ്ങളിലെ യോഗ അഭ്യാസ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുന്നില് ശശീന്ദ്രജി എത്തിയിട്ടുണ്ട്. ഗ്രാമസേവാ സംയോജക്, സംസ്ഥാന ഗ്രാമസേവാ സംയോജകായ ശശീന്ദ്രജിയെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. അനുഗ്രഹ പ്രഭാഷണത്തിനായി മാനനീയ ലക്ഷ്മിയെ സാദരം ക്ഷണിക്കുന്നു. പണ്ഡിത ശ്രീമദ് വിവേക യോഗി ശ്രീ പരമേശ്വരൻകുട്ടി പറഞ്ഞ മാതിരി ഈ ഒരു മാസത്തെ യോഗ അന്തർയോഗ ആചരണത്തിന്റെ സമാപനമാണെന്ന്. ഇന്ന് നമ്മുടെ ഈ സമാപന യോഗത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ പ്രിയങ്കരനായ രഘുനന്ദൻജി വന്നിട്ടുണ്ട്. രഘുനന്ദൻജിക്ക് മലയാളം സംസാരിക്കാൻ ഇത്തിരി വിഷമമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലെക്ചർ മിക്കവാറും ഇംഗ്ലീഷിലാവാനാണ് സാധ്യത. കൂടെ വസുന്ധയുണ്ട്. കേന്ദ്രം നേരത്തെ പറഞ്ഞ മാതിരി കേന്ദ്രം തുടങ്ങിയപ്പോൾ മുതൽക്ക് തന്നെ ഞങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നവരാണ് രണ്ടുപേരും. പിന്നെ നമ്മുടെ ജോഷിജി ഉണ്ട്. ജോഷിജി എന്താ പറയാ, ഉപ്പുപാവ വെള്ളത്തിന്റെ ആഴം അളക്കാൻ പോയപ്പോൾ അതില് അലിഞ്ഞു ചേർന്നു എന്ന് പറയുന്ന മാതിരിയാണ്. ജോഷിജിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ആദ്യകാലത്ത്. പക്ഷേ ഈ അമൃത ചഷകത്തിന്റെ അടുത്ത് വന്നിരുന്ന് നക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ അതിലേക്ക് അങ്ങ് വീണുപോയി. നിരക്ഷയൊന്നുമില്ല. ആ അമൃതത്തിൽ പെട്ട് അങ്ങനെ ഞങ്ങളോടൊപ്പം കൂടിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ രഘുനന്ദൻ ഇവിടെ വന്നതിൽ പ്രത്യേകം ഒരു സന്തോഷമുണ്ട്. യോഗ നിത്യജീവിതത്തിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ജീവിതത്തില് എടുത്ത് കാണിക്കുന്നവരാണ് അവർ രണ്ടുപേരും, വസുന്ധയും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ മുമ്പില് വസിഷ്ഠനും അരുന്ധതിയും പോലെ, അഗസ്ത്യനും ലോകമുദ്രയും പോലെ തപസ്സുകളായിട്ട് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരാണ് അവർ രണ്ടുപേരും. അതിലും വലിയ യോഗ പ്രാക്ടീസ് എന്താ ഉള്ളത്? എത്രയോ കൊല്ലം സകല സൗകര്യങ്ങളോടും കൂടി
പിൽവാടയിലെ സ്കൂളില് ഇരുന്നു. ഇപ്പോൾ വളരെ സ്വച്ഛ സുന്ദരമായൊരു ചെറിയൊരു നല്ലൊരു വീടില് അവര് ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. അപ്പൊ എന്തൊരു നല്ല കാര്യം വരുമ്പോഴും ആദ്യം ഞങ്ങളുടെ മനസ്സില് രഘുവിനെയും വസന്തയും വിളിക്കണ്ടേ എന്നാണ് ആദ്യം തോന്നുക. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് മാതിരിയാണ് അവർ. രഘു ഒരുപാട് വേദാന്ത ചിന്തനത്തിന് നിരന്തരം മുഴുകിയിരിക്കുന്ന ആളാണ്. യോഗ വാസിഷ്ഠത്തിനെ പറ്റിയിട്ട്, ശ്രീശങ്കരാചാര്യരെ പറ്റിയിട്ട്, അങ്ങനെ പല കൃതികളും അദ്ദേഹത്തിൻ്റെതുണ്ട്. അപ്പോ യോഗ നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് രഘുജി തന്നെ പറയുന്നതായിരിക്കും. ഒരു മാസത്തെ പരിപാടികളുടെ സമാപനം കുറിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പിന്നാക്കം തിരിഞ്ഞു നോക്കി എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് നടന്നത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒരു വലിയൊരു പരിപാടി വെച്ച് 10,000 പേരെ ഉൾക്കൊള്ളിച്ച് ഹെഡ്ലൈൻസ് കിട്ടണ മാതിരിയുള്ള പരിപാടികള് അത് കേന്ദ്രത്തിന് ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വളരെ കാര്യമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചു പോയ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളെ ഉണ്ടാക്കി അവരുടേതായിട്ടുള്ള ആ സന്ദേശം പറഞ്ഞു കൊടുക്കുന്ന മാതിരിയാണ് 10-13 സ്ഥലങ്ങളിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചു. അവരെയൊക്കെ ഞാൻ പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ എൻ്റെ ടീച്ചർമാരെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ വലിയ പാരമ്പര്യം നിലനിന്നിട്ടുള്ളത് ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ കൂടിയാണ്. അപ്പൊ നിങ്ങളൊരു ദിക്കിൽ പോയിട്ട് യോഗ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങളുടേതായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെയുള്ളവർ നിങ്ങളിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി കൂടി നിങ്ങൾ കുറച്ച് ബോധവാന്മാരും ബോധവതികളും ഒക്കെ ആകണം. സമുദായത്തില് ഒരു വിളക്ക് കൊളുത്തി വെക്കാനുള്ള ഒരു അധികാരവും സന്ദർഭവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അന്ധകാരമയമാണ് ഇന്നത്തെ നമ്മുടെ സമുദായം. അതിനെപ്പറ്റി ഓരോ ദിവസം പേപ്പർ എടുത്ത് മുമ്പിൽ ഒന്ന് വെച്ച് കഴിഞ്ഞ് ഹെഡ്ലൈൻസ് മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭഗവാനെ എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഒരു തരത്തിലുള്ള ആശയ്ക്കും വഴിയില്ലാത്ത മാതിരി ആശങ്കകളെ നിറയ്ക്കുന്നതാണ് നമ്മുടെ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ആ സമയത്ത് ആ ഇരുട്ടത്ത് ആ അന്ധകാരത്തെ നീക്കി വെക്കാനുള്ള ഒരു മഹത്തായ കഴിവും അതിനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു യോഗ ടീച്ചർ ഒരു സാധാരണ ടീച്ചറുടെ മാതിരിയല്ല. പ്രത്യേകമായൊരു ചുമതലയുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യബോധമില്ലാതെ തളർന്നിരിക്കുന്നതായ നമ്മുടെ യുവസമൂഹത്തിനെ അതിൽ നിന്നും പിടിച്ചു കയറ്റി നേർവഴിക്ക് നടത്തിക്കാനുള്ള വലിയ ഒരു സന്ദർഭവും ചുമതലയും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും എത്ര മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് അത്ര അങ്ങോട്ട് സന്തോഷം പോരാ. ഈ അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ടതാണ് ഇന്ന് യോഗ. ലോകം മുഴുവനും യോഗയിൽ കൂടി കാണുന്നത് വെറും ഒരു എക്സസൈസ് അല്ല. ഭാരതം എങ്ങനെയാണ് യോഗ ഉപയോഗിച്ചിട്ട് അവരുടെ സംസ്കാരത്തെ നിലനിർത്തി വന്നിട്ടുള്ളത്, ഭാരതീയ മനുഷ്യരുടെ ഉള്ളിൽ സത്യധർമാദികളെ പ്രതിഷ്ഠിക്കുന്നതിന് യോഗ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അവർക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നെല്ലാം ലോകം നമ്മളെ ഉറ്റുനോക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, റോമാറോള എന്നുള്ള വലിയ സാഹിത്യകാരൻ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിനെ പറ്റി എഴുതിയിരിക്കുന്നതില് അവസാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിതാഗ്നി ജ്വലിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഭാരതത്തിൽ മാത്രമേ ഇന്ന് ഈ വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യം നിലനിൽക്കുന്നുള്ളൂ. ഇന്ന് ലോകത്തിന് അത് ആവശ്യമാണ്. അത് ആവശ്യമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ലോകം നിങ്ങളോട് കണക്ക് ചോദിക്കാൻ പോകുന്നു. യു വിൽ ഹാവ് ടു ഗിവ് എൻ അക്കൗണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. യു ഹാവ് ടു അക്കൗണ്ട് ഫോർ ഇറ്റ്. നിങ്ങളുടെ കയ്യില് ഈ അമൃത ചഷകത്തിന് തന്നിരുന്നു. മാനവ നിർമ്മാണത്തിനും മാനവ പുരോഗതിക്കും മാനവ പരിണാമത്തിനും ഉതകുന്നതായിട്ടുള്ള അമൃതത്വത്തിന്റെ കലശമാണ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിരുന്നത്.
ലോകത്തിലുള്ള മറ്റെല്ലാ സംസ്കാരങ്ങളെയും കൈവിട്ട് പുണ്യഭൂമിയായ ഈ ഭാരതത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നതായ ഈ അമൃതം നിങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തി? നമ്മുടെ സന്യാസ ശ്രേഷ്ഠന്മാരെ നല്ല പോലെ ഉപയോഗപ്പെടുത്തി. നമുക്ക് വേദങ്ങൾ തന്നു, ഉപനിഷത്തുകൾ തന്നു, ഇതിഹാസങ്ങൾ തന്നു, പുരാണങ്ങൾ തന്നു, പലതരത്തിലുള്ള ശാസ്ത്രവിദ്യകൾ തന്നു. ലോകത്തിനെ അത്ഭുതപ്പെടുത്തുന്ന മാതിരിയുള്ള ഒരുമാതിരി എല്ലാ ശാസ്ത്രവിദ്യകളും ഭാരതത്തിലേക്ക് കിട്ടി. സമുദായത്തിനെ എങ്ങനെയാണ് കൊണ്ട് നടത്തേണ്ടത്, മനുഷ്യന്റെ അർത്ഥകാമങ്ങള്, പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് സത്യം, ധർമ്മം, ഇതൊക്കെ ഇനി ഒരു മനുഷ്യന് വലുതാവാനും വികസിക്കുവാനും മുന്നേറുവാനും ഈ വേറൊരു ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഏതൊരു പുരാണം എടുത്താലും മതി. ഇനിയിപ്പോ ഇതെല്ലാം വായിച്ചു കൂട്ടാൻ നമുക്ക് സാധിക്കില്ല ജീവിതത്തിൽ. പക്ഷേ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ഇനിയിപ്പോ രാമായണ മാസം വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദേവി ഭാഗവതമുണ്ട്, സപ്താഹങ്ങൾ നടക്കുന്നു, ഷഷ്ടി വ്രതങ്ങൾ നോക്കുന്ന ആൾക്കാർ. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്റെ ജീവിതത്തിൽ കുറച്ച് സുഖവും സമാധാനവുമാണോ? അല്ല. നമ്മളുടെ ഓരോ വീടുകളും ഈ അമൃതത്വത്തിന്റെ വിളക്കുകൾ കത്തിക്കുന്ന ഗൃഹങ്ങളാക്കി മാറ്റേണ്ട ചുമതല നമുക്കുണ്ട്. ആ ചുമതലാ ബോധം അത് നമ്മുടെ ടീച്ചർമാർ കൈക്കൊണ്ടേ മതിയാകും. എന്നാലേ നിങ്ങളുടെ ജീവിതം സാർത്ഥകമാകുള്ളൂ. നിങ്ങൾ പോയി സ്കൂളിൽ ശമ്പളം വാങ്ങി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സാർത്ഥകമാകുകയില്ല. പക്ഷെ ഈ മഹത്തായ അവസരത്തെ ഉപയോഗപ്പെടുത്തി ആ കുട്ടികൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു പുതിയ ത്വര, എന്ത് ത്വരയാണ്? സത്യത്തിനെയും ധർമ്മത്തിനെയും അറിയാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനുമുള്ള ഒരു ത്വര അവരിൽ നിങ്ങൾക്ക് ജനിപ്പിക്കാൻ സാധിച്ചാൽ നിങ്ങൾ തീർച്ചയായും കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു ദീപമായി പ്രകാശിക്കും. അങ്ങനെയുള്ള അടുത്ത ഈ ഒരു വർഷത്തേക്ക് ഈ ഒരു ചലഞ്ച് എടുത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളിലേക്ക് ഈ അമൃത വിദ്യ പകർന്നു കൊടുത്ത് വെറും ഒരു എക്സസൈസോ കോമ്പറ്റീഷനോ വേണ്ടിയിട്ടുള്ളത് അല്ലാതെ അവരുടെ ജീവിതത്തെ തന്നെ വേറെ എഴുതിയെടുക്കാനുള്ള ഒരു ശക്തി, ഒരു ആധ്യാത്മിക ശക്തി അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള നല്ല ജ്വലിക്കുന്ന ദീപങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത കൊച്ചുമക്കൾക്ക് എന്തൊരു ഉത്സാഹത്തോടു കൂടിയിട്ടാണ് അവർ വന്നതും അവരുടെ യോഗവിദ്യ പ്രദർശിപ്പിച്ചതും. അവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: മക്കളെ, നിങ്ങളുടെ കയ്യിൽ മഹത്തായിരിക്കുന്ന ഒരു വിദ്യയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഉണർത്തി അതിന്റെ ആ പരിപൂർണതയിലേക്ക് എടുത്തു കൊണ്ടുപോകാനുള്ള മഹത്തായ ഒരു ശക്തിയാണ് യോഗയിൽ കൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ കൈമോശം വരുത്തി കളയരുത്. ഇതിനെ നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. എവിടെയൊക്കെ എന്തൊക്കെ എഞ്ചിനീയർ ആയാലും എന്തൊക്കെയായാലും ശരി, ദിവസം കുറച്ചു നേരമെങ്കിലും ഒരു 4 or 5 സൂര്യ നമസ്കാരം, 4 or 5 മിനിറ്റ് പ്രാണായാമം, 2 or 3 മിനിറ്റ് ധ്യാനം, ഇത്രയേ ആവശ്യമുള്ളൂ. അത് മതി. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൻ. ഈ ജീവിതമാകുന്ന മഹാഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷ കയറ്റാൻ ഈ ഒരു മഹൌഷധം മതി. അതുകൊണ്ട് ഇവിടെ സമ്മാനം വാങ്ങാനും സർട്ടിഫിക്കറ്റ് വാങ്ങാനും വന്നിരിക്കുന്ന മക്കളോട് അതുകൂടി ഞാൻ യാചിക്കുകയാണ്. ഒരു യുവസമൂഹം നാശത്തിലേക്ക് ഇങ്ങനെ വഴുതിക്കൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് അമ്മയച്ഛന്മാര് വീടുകളിലും ഗുരുക്കന്മാര് സ്കൂളുകളിലും മറ്റും ഹൃദയം നൊന്ത് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ദിശാമാർഗം കാണിച്ചു കൊടുക്കാൻ സമൂഹത്തിന് കഴിയുന്നില്ല എന്നതാണ്. അങ്ങനെയുള്ള ഒരു ദിശാമാർഗമാണ് യോഗയിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ ഒരു കൈ മുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് വിട്ടുകളയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ടുള്ള ശക്തിയും തേജസ്സും ഓജസ്സും മനോധൈര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നന്ദി ദീദി. അടുത്തത് മുഖ്യ പ്രഭാഷണത്തിനായി ശ്രീ രഘുനന്ദൻജിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. Respected Lakshmi Didi,
Joshi ji, and all my dear friends. At the very outset, I'd like to seek your forgiveness because I'm not able to speak to you in Malayalam. And perhaps in the years to come, I will speak in Malayalam. ब्रह्मरूपमादिमध्यशेष सर्वभासकम् भावषट्कहीनरूपनित्यसत्यमद्वयम् वाङ्मनोतिगोचरं च नेति नेति भावितम् तन्नमामि देवदेव रामकृष्णमीश्वरम्. Namaste to all. As Lakshmi Devi was addressing us, time has come for us to take the torch which has been given by our ancestors, to seek the way which we have to go and also show path to others. I'm sure that the people who have been practicing yoga and the people who are practitioners of yoga, teachers of yoga, they know all the theoretical aspects of it. And I was given the order to speak to you about yoga in daily life. One of the most important axioms, if I may say so, that is a rule which our rishis have given is, do not divide the life into spiritual and material. We never did this partition. There is neither material nor spiritual. Life is to be taken as a whole. Didi was telling that if you practice 10 minutes of yogasana and 15 minutes or whatever, maybe half an hour you practice. For half an hour, we have to practice yoga. And for 23.5 hours, our life should be in tune with what we are practicing. How to do that? Then only the life becomes whole. In North, and I'm sure that it may be the practice here also, people they take bath and then they go and stand in front of the small temple which every house has, and maybe light an agarbatti and do that. But that 5 minutes of either some stotra or some mantra and the agarbatti or the aarti which is waved at the God is not enough unless you remember that this half an hour of puja, this half an hour of practice is also related to the 23.5 hours of our life. There are very beautiful teachings, suggestions given by our rishis. But I'd like to go through very simple things which we can remember and which is possible for us to remember. What is it that we have to do? First of all, I personally feel that the teachers and the parents have to teach their children how to respect things. You know, respect is a very strange word. It's a very fascinating word. It has got two parts of it. One is re, and the second is spect. That is, re, see. You again and again see it. You keep on seeing it. You repeatedly see it. When does this happen? For school children, when they are doing some mischief, principle is respected. They go on looking at here and there and see whether the principal is coming. That's respect. But that respect has a little element of fear in it, because I may be punished for doing what I'm doing now. Every one of us, whether it's a small child or adults, are very much aware
what is to be done and what is not to be done. So whenever we do something which is not right, there is an element of fear. So the first respect comes when even mothers, I'm sure that they tell their children, you don't do that. If you do it, somebody will come and catch you. So they put an element of fear in the children. I personally feel it may not be necessary. It may be necessary for some children, but not for all children. This respect takes a second turn. When somebody helps us when we are in trouble, somebody saves us from getting into trouble, like our teachers, we respect the teachers. That respect has some kind of thankfulness. We want to be thankful to the teacher who has shown us the way. And the third respect is when you respect not only the people, not only the persons who have helped you, but to each and everything. I'll give you an example. I'm getting down the stairs. If I do not respect the stairs, what will happen is I'll fall. If I do not respect the traffic rules, I'll get into an accident. If I do not respect the rules and regulations which are there in the society, then the situation is what is happening now, presently. We are not respecting. Why does it happen? Because we are not respecting ourselves and also the society. Because we are not respecting ourselves, we are not respecting the society. If you understand that I'm going to fall, then I'll respect the stairs. If I understand that if I do not switch off the light or do something, there'll be some problem. I'll be respectful towards things. I'll be respectful towards the society. The third stage is whenever you are doing, whatever you are doing, when you respect the thing, because you are only concentrated on that particular thing and nothing else, that respect becomes efficient work. I'm sure that Didi, during her series of lectures on Amrita Parivar, the series of lectures which she had delivered on Bhagavad Gita, you would have heard the shloka of Karmanyeva Adhikaraste Ma Phaleshu Padachana. So there is a catch there. Anything and everything we do is because we get something, otherwise we will not do the work. A child is asked to participate in this particular competition because he has been shown the trophies which he'll get. He'll be given recognition, and that is why he's practicing. I get something, and in return, I have to do this particular work. This is the rule of the rule. This is the rule of action. But what does Lord Krishna say? He says it's not possible without a fruit in eye, fruit in the vision. We cannot do any work as such. So what is the catch there? The catch is when you are doing the work, do not think of the fruits. When you are climbing down the stairs, do not think of something else. Don't dream. You respect this side. You respect the thing which you are doing. Then, as the Zen saying goes, the action becomes mindful action. That is, your mind is totally there in that action, and that becomes a wonderful action as such. This is the first thing which you should remember: respect. After the mindful action, probably I'm studying, probably I'm seeking something, I have an aim, and I'm doing that. And as soon as I achieve that goal, the second thing we have to remember is this goal is not only achieved by me in person, but because of the cooperation of the society which has helped me to achieve this goal. It was way back in 73, when our principal, Group Captain M.J. Kruplani, he was addressing our valedictory function like this.
He told so many things, but I remember only one sentence of his. It was way back in 1973. He looked into eyes of every one of us and said, "Do you know how much the government has spent on you to become engineers?" We did not know. We just nodded our heads. He said, 2.5 lakhs of rupees on each one of you. Remember 73 and 2.5 lakhs. He says, the government has spent, but where does the government get the money from? The money from ordinary people who are paying taxes. It is their money which is being spent on your education. And I'm sure that it is the case with all the type of education. So if I am educated because of the cooperation of the things, I should be grateful to that. He says, you remember this particular thing and then try to live your life so that you become useful to the society. What is it that you want? We have achieved something. We have earned something. Don't gobble it yourself. Don't use it yourself. Try to share that with someone. And when you share that with someone, it may be you learn something new. It may be that you become happy. Share it with somebody. You share your earnings. Part of it, you cannot possibly share it with everybody else. The whole money as such. Keep something of it and share it so that you are become grateful to people. Second thing which you have to learn is being grateful to what you have. All the time, if you remember, if you even open the news channel, you'll say, there is some problem here. I do not have this. We do not have this. We have this problem. We have that problem. Instead of dwelling too much on problems, try to dwell on what you have and what others don't have. There are people who are not able to eat. They don't have even one square meal, whereas we are having. So remember what you have. Do not grumble about what you don't have. That is the time when you achieve one more quality of being content, santosha. That is, you become happy with what you have. But it doesn't mean that you should not go again. You should not proceed further. You should not achieve more. But be happy in what you have and then put full effort through mindfulness in achieving whatever you want to achieve. And at the end of it, when you have achieved it, share it with somebody. Share it with people who have less. You may be already knowing that many of these software companies in Bangalore and other places, they earn a lot of money. And some of them, if not all of them, are sharing their knowledge, sharing their earnings with street children who don't have anything to go with. They are educating the children, they are nurturing the children, they are making them good human beings. And believe me, these people, the people who are in the software companies, they may or may not be practicing yoga. They may not be even aware of it, but they have the large heart to share it with someone. And when that happens, automatically you become a very good human being. Santosha. And the last but not the least is, I call it as the one of the greatest and strongest egos. When we practice yoga, when we are able to meditate, when we are able to talk about yoga, there is an element of some kind of high-headedness. I am a practitioner of yoga. I meditate. I do this. I do that. That's a very dangerous position which people who are practicing yoga have. Don't be so proud of it. Every one of us, people who are sitting in this auditorium and elsewhere in the whole country and the whole world, everybody is progressing. Some have started the journey. Some have almost culminated the journey. And many people are yet to start. Have compassion for them. Have understanding.
When does the understanding comes? If and when you have expansiveness. It is not only me. One of the great mantras which all of us know, the Gayatri mantra. You would have noticed it. It's it's a collective mantra. That is, as a group, we are doing that mantra. It never says, give me. It says, enlighten our minds. So, people who are very, very wise at that time, even rishis, they said that if the whole world is enlightened, if the whole world is happy, then in that world, I am also included. So, Buddha or even Mahavir and all that, they have what is known as Mangalam. After practicing half an hour or 45 minutes of meditation, at the end of it, they say that let this goodness, let these good vibrations, let them spread all over and help people. So you are not practicing the yoga for yourself, but it is for collective good, as Didi was telling. So be expansive. I'll give a small example, a small practice. When and if you are troubled, when and if you are stressed, if there is stress in you, all you have to do is come out and look at the sky. If the sea is near, go near the sea and watch the sea. What happens to you? Immediately, all that load which was there, it just comes down and you are relieved. Especially in the nights, if you are troubled, come out and observe the sky, night sky. You'll be able to see so many star systems, so many heavenly bodies. And the moment your eyes fall on that, you'll have a feeling that after all, I'm a small being. Such a huge world is going on without in proper order. Everything will be all right. All your stress will go off. Have an expansive feeling. It's not for single person. In fact, what is troubling the society? We always say, I and mine. My son is not getting a job. My daughter is not getting married. I'm having this. I'm not having this. So all these problems are because we have become so narrow. These days, the nuclear families have become very popular. I and mine, and unfortunately, we are not including our parents also. So why? And that is why we are all stressful. The stress will go off if we develop expansiveness. So the first thing is respect, mindfulness, sharing with people, and expansiveness. These are the things you are able to practice not only during that half an hour, but for the whole day. In fact, we have a very beautiful garden here. What does a gardener do? The gardener, first of all, deweeds the places. Whichever is not useful plant, whichever plant is not helping the other plant which we have planted to grow, we remove it, we deweed it. So similarly, we have this I and mine as a very greatest weed. Remove that weed and then come to the computer science or computers. Do the defragmentation once in a while. What is defragmentation? There are so many files in the computer and part of them are elsewhere. They are not stored properly. So there is a program called as defragmentation. Defragmentation is organize your thoughts. Every time you get some kind of a wrong thought, and we are aware of it. I'm very sure, I'm certain that every one of us is aware when a wrong thought comes. Don't pay attention to it. Pay attention to something more constructive. Even if you start counting, in fact, one of my old relatives, he started forgetting. He was about 80 years at that time. And then he was only given a very small suggestion. Somebody said that you count 1 to 100. 1 to 100. After finishing 1 to 100, come down 100, 99, 98.
And he did it for about 2 or 3 months, and his memory was recovered. So you can divert your mind. It's like a child. Child is asking you to give something and you are not able to give it. You just divert the child's attention. Mind is also like a child. Mind is also like a guest. Don't entertain wrong guests, and entertain those guests, those thoughts which will be helpful to you. And I'm sure that you'll be able to practice yoga throughout those 24 hours of life. 2 or 3 days back, I came across a very beautiful shloka from the Bhagavad. It has been there, I had heard it, but when I saw it for the first time, it was so nice. I'll chant that shloka and probably I'll tell you the meaning of it, and I'll close my small talk. Yonkah pravishya mama vachamimam prasuptam sanjeevayatyakila shaktidharasvadhamna अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्. This was chanted by Dhruva. I'm sure that all of you know, child of maybe 7-8 years or 6 or 7 years. He does tapas, and at the end of tapas, Vishnu appears, God appears in front of him. The child is not able to speak. In fact, that's what happens when we are very happy. The child is unable to speak. At that time, he chants this shloka, such a beautiful shloka. It says, you who are all powerful, all talented, all knowing, you enter my within and activate my speech. I'm unable to speak, you activate my speech. Similarly, you activate my hands, legs, karmendriyas, eyes, ears, and these jnanendriyas, and also the prana, which is, and for such a great expansive Lord, Vishnu is expansive. My salutations to you. He used to say that the greatest, even Sri Ramakrishna used to say, Ahankara is the greatest enemy. So he would always say that it is not I who am doing it. He used to give a very beautiful example, which I quote many times. During rainy season, this terraced water comes out through a snout, a small pipe. Earlier those days, there used to be decorative pieces, some having the mouth of the cow, some the lion. A child seeing it says that cow is giving water, throwing water, or lion is giving water. But actually, the water is coming from elsewhere, and we are only mediums through which these things come. All our activity is not done by me, but by the Lord, the expansive Lord, Vishnu. And I'm sure that these small tips will help all of us to live. In fact, every one of us is only a pilgrim who is traveling. Some of us have started traveling, others have already reached, and others are behind us. So let us all go together. Let us include the whole society as such. And as Didi was telling, let us light the lamps and show path to ourselves first and then to the others. Dhanyavad. Thank you, sir. നന്ദി രഘുനന്ദൻജി. അടുത്തതായി സമ്മാനദാനമാണ്. അടുത്തത് കുട്ടികളുടെ സമ്മാനദാനമായ കുട്ടികളുടെ യോഗ പ്രദർശനമാണ്. അതിനുശേഷമാണ് സമ്മാനദാനം.
ആദ്യം സീനിയർ കുട്ടികള് 6 കുട്ടികളുണ്ട്. അവർ വന്നിട്ട് ഓരോ ആസനം അവർ കാണിച്ചു കഴിഞ്ഞ ശേഷം ജൂനിയർ സെക്ഷനും മറ്റ് സെക്ഷനിലിരിക്കുന്ന കുട്ടികൾ, ആദ്യത്തെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സെക്കൻഡ് പ്രൈസ് കിട്ടിയ കുട്ടികൾ ഓരോ ആസനം അവർ ഡെമോ ചെയ്ത് കാണിക്കും. ഗൗരി മിത്ര, അമൃത അരുൺ, അനയ കെ ബിജു. ഇതിലുള്ള പേര് മാത്രമേ ഓരോരുത്തർ ഓരോ ആസനം ചെയ്യാം. ബാക്കിയുള്ളവർ പറയിൽ നിൽക്കാം. സ്റ്റാൻഡ് ബിഹൈൻഡ് സൈഡിൽ എവിടെയെങ്കിലും നിൽക്കാം. Stand properly, back, give space. Next. പൂർണ്ണ സുപ്തവചനം. Junior children are there. Devanjana, Muhammad Amin,
Krishnarchana KS, Adinada IS, and Naimiga. Namaste. Malsyasana. Namaste. Purna Sukta Vajrasana. Namaste. Yoga Nidrasana. Namaste. Purna Sukta Vajrasana. അടുത്തത് അനയ VS, അനാൻ ഫാത്തിമ, ആര്യൻ അരുൺ, ഇസാമേരി, വേദ ലെനി. സ്കൂൾ പേര് പറഞ്ഞു. സ്കൂൾസ് വിദ്യാഭവൻ, SN വിദ്യാഭവൻ, HDPY, SN വിദ്യാഭവൻ, ഗുരുശ്രീ പബ്ലിക് സ്കൂൾ. ഇത്രയും സ്കൂളുകളിൽ 3rd to 5th.
Namaste, Ekapada Sikandasana. Namaste, Ustrasana. Namaste, Garbhasana. Namaste, Garbhasana. അടുത്തതായി സമ്മാനദാനം മുഖ്യാതിഥികളെ സ്ഥാപനം വേദിയിലേക്ക് ഫസ്റ്റ് പ്രൈസ് ഗ്രൂപ്പ് 1 ആണ്. അനയ്യ VS SN വിദ്യാഭവൻ. നല്ലൊരു കയ്യടി. ഷീൽഡ്, പുസ്തകം, സർട്ടിഫിക്കറ്റ് ഇത്രയാണ് സമ്മാനം മക്കൾക്ക്. Second prize, Anan Fatima, HDPY. പ്രോത്സാഹന സമ്മാനം
ഇസാമേരി SN വിദ്യാഭവൻ. വേദാലയ ഗുരുശ്രീ പബ്ലിക് സ്കൂൾ. ഇസാമേരി വേദാലയ ഗുരുശ്രീ പബ്ലിക് സ്കൂൾ. വേദാലയ. ഇസാമേരി എത്തിയിട്ടില്ല. തേർഡ് പ്രൈസ് എന്താ എന്റെ ഇടയില്? ആര്യൻ അരുൺ HDPY. ആര്യൻ അരുൺ HDPY. ഗ്രൂപ്പ് 2 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെയാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് ദേവാഞ്ജന AV SN വിദ്യാഭവൻ. ദേവാഞ്ജന AV SN വിദ്യാഭവൻ. Second prize Muhammad Amin PS SN വിദ്യാഭവൻ. Muhammad Amin PS SN വിദ്യാഭവൻ. നല്ലൊരു കൈയടി. Third prize Krishnarchana KS ഗുരുശ്രീ പബ്ലിക് സ്കൂൾ. കൃഷ്ണാർച്ചന തന്നില്ല. പ്രോത്സാഹന സമ്മാനം ആദിനാഥ് IS SN വിദ്യാഭവൻ. ആദിനാഥ് IS. നൈമിക ഭവൻസ് വിദ്യാ മന്ദിർ. നൈമിക. ഗ്രൂപ്പ് 3 9 to 6 ആണ്. 9 to 12 ക്ലാസ്സിന്റെയാണ്. ഫസ്റ്റ് പ്രൈസ് ഗൗരി മിത്ര HDPY. ഗൗരി മിത്ര. ഫസ്റ്റ് പ്രൈസ് ആണ് ഗൗരി മിത്ര. നല്ലൊരു കൈയടി. Second prize Amrita Arun HDPY. Amrita Arun. Ananya by Biju. Ananya Biju. HDPY. Ananya Biju. മൈക്ക്
HDPY സ്കൂളിൽ നിന്നാണ്. അതിലെ എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഞാൻ സാധിക്കുകയാണ്. എല്ലാവരും വേദിയിലേക്ക് വരണം, കുട്ടികളും ടീച്ചേഴ്സും. HDPY സ്കൂൾ നല്ലൊരു കൈകളി. HDPY സ്കൂൾ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൈകളി. മാറി സൈഡിലേക്ക്. വിദ്യാഭവനിലെയും ഗുരുശ്രീയിലെയും ടീച്ചേഴ്സോ കുട്ടികളോ ഉണ്ടെങ്കിൽ വരാത്ത കുട്ടികളുടെ സമ്മാനം ഇവിടെ നിന്ന് വാങ്ങേണ്ടതാണ്. അടുത്തതായി നന്ദി പറയുന്നതിനായി ശ്രീ ജോഷിജിയെ സാദരം ക്ഷണിക്കുന്നു. ഇന്ന് യോഗ ദിനത്തോടനുബന്ധിച്ച് സമാപന സമ്മേളനത്തിന് ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന രഘുനന്ദൻജി, അധ്യക്ഷ പ്രസംഗം നടത്തിയ ലക്ഷ്മി കുമാരി ദീദി, ഇവിടെ നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാസ്തവത്തിൽ ഈ ചടങ്ങിന് നന്ദി പറയുവാൻ കിട്ടിയ ഈ അവസരം വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ബാക്കി നമ്മുടെ രഘുജി മുഖ്യ പ്രഭാഷണത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരെയും മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിലും മാത്രം നമ്മൾ നന്ദി, കടപ്പാട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യമാണ് രഘുജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടെ നമ്മൾക്ക് ഉപദേശിച്ചു തന്നത്. അത് നമ്മൾക്ക് എല്ലാവരുടെ മനസ്സിലും എന്നും ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അത് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും പതിഞ്ഞിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഒരു മാസമായി തുടർന്നു വരുന്ന യോഗാ ദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ഈ സമാപന സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന യോഗാചാര്യൻ ശ്രീ രഘുനന്ദൻജിയെ നമ്മുടെ ഈ വിവേകാനന്ദ വേദി ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മളുടെ അധ്യക്ഷ പദവും അലങ്കരിച്ചത് നമ്മുടെ ലക്ഷ്മി ദീദി തന്നെയാണ്. ആ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ മാത്രമാണ് ദീദിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മാസത്തെ പ്രോഗ്രാം ഇവിടെ പല വിദ്യാലയങ്ങളിലും പല മുനിസിപ്പാലിറ്റികളുടെ സഹകരണത്തോടെ ഓരോരോ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. അതിന് അത്യന്തം പരിശ്രമിച്ച നമ്മുടെ ഓരോ ടീച്ചർമാരെയും
അതിനു വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഞാൻ അവരോടുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ പ്രവർത്തകര് ഇതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ നമുക്ക് ചെന്നിട്ട് ഓരോരോ സുമനസ്സുകളുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഇത് തുടങ്ങിയ വശം തൊട്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ട് സുധാകർജി ഇതിനു വേണ്ട ഓരോ കാര്യങ്ങളും നമുക്ക് സമയാസമയങ്ങളിൽ നമ്മൾക്ക് മാർഗനിർദ്ദേശം നൽകി തന്നിരുന്ന ദീപിച്ചി അവരെയും ഈ തരുണത്തിൽ ഞാൻ അവർക്ക് ഓരോരുത്തർക്കും നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. ഇന്ന് ഇവിടെ ഈ പരിപാടി ഭംഗിയാക്കി തരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ ഈ കർത്തവ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥന. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.